to our class. In this lecture, we are dealing the topic Age of Revolutions 1830 to 1848. So, why this period 1830 to 48 is known as Age of Revolutions? Because during this period, Europe witnessed great tension and unrest. ആൻഡ് 1830 മുതൽ 48 വരെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധ സമരങ്ങളുടെ കാലമായിരുന്നു. It is a period of rise of two major philosophies, liberalism and conservatism. ഒരു സൈഡിൽ ലിബറൽ നാഷണലിസ്റ്റുകളുടെ ലീഡർഷിപ്പിൽ കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള സമരം. ഓൺ ദ അതർ സൈഡ് ദ കൺസർവേറ്റീവ്സ്. They stands for traditional monarchy. So, a series of wars happened in parts of Europe. Let us look what were the important among them. അപ്പോൾ ഈ ഒരു സമയത്ത് യൂറോപ്പിൽ പ്രധാനമായിട്ടും നടന്ന പ്രതിഷേധ സമരങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യം വരുന്നത് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1821 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ഓൾ know that Greece was considered as the cradle of European civilization. Greece was a part of Ottoman Empire since 15th century. ബട്ട് അവിടെ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1821 1821. തുർക്കികളാണ് ഗ്രീസ് ഭരിച്ചിരുന്നത്. അപ്പോൾ യൂറോപ്പിലെ മറ്റു പല റീജിയൻസിലും നടന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഷാഡോയിൽ ഗ്രീസിലും ഒരു സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത് 1821 എഗെയിൻസ്റ്റ് ഓട്ടോമൻ എംപയർ. Then in 1832 the war ended with the Treaty of Constantinople by recognizing Greece as independent nation. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രീക്സ് ഉണ്ടായിരുന്നു, പിന്നെ വെസ്റ്റേൺ യൂറോപ്പിലെ ആളുകളുണ്ടായിരുന്നു, ദെൻ പോയറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ടോടു കൂടി 1832 ദ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, ആ ഒരു എഗ്രിമെൻറ്റിലൂടെ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവസാനിക്കാനുണ്ടായത്. 1832 ഗ്രീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജൂലൈ റവല്യൂഷൻ. ആൻഡ് ജൂലൈ റവല്യൂഷൻ വാസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. ജൂലൈ മാസത്തിൽ നടന്നതുകൊണ്ടാണ് അതിന് ജൂലൈ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ 1789 നടന്നപ്പോൾ അതിനുശേഷം നെപ്പോളിയൻ അധികാരത്തിൽ വന്നു. ദെൻ നെപ്പോളിയൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ദെൻ വീണ്ടും 1815 നെപ്പോളിയനെ വീണ്ടും അധികാരത്തിൽ മാറ്റിയിട്ട് അവിടെ ബൂർബോൺ രാജാക്കന്മാർ വരുന്നു. ദെൻ വീണ്ടും സ്ട്രഗിൾസ് ഒക്കെ നടന്നിട്ട് ബൂർബോൺ രാജാക്കന്മാരെ ഓവർത്രോൺ ചെയ്തിട്ട് നമ്മുടെ ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്ന മൊണാർക്ക്, അദ്ദേഹം ഒരു മൊണാർക്കായിരുന്നു, ബട്ട് റെവല്യൂഷണറീസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് ആയിട്ടാണ് അദ്ദേഹം ഭരണം പിടിച്ചടക്കി. അപ്പോൾ ഇതാണ് ജൂലൈ റവല്യൂഷൻ എന്ന് പറയുന്നത്. 1830 ആണ് ഇത് സംഭവിച്ചത്. ഓക്കെ, ജൂലൈ മാസത്തിൽ ഫ്രാൻസിൽ നടന്ന ഒരു റവല്യൂഷനാണ് ജൂലൈ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് സെക്കൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ജൂലൈ റവല്യൂഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 1815 to 1830 ബൂർബോൺ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് ഫ്രാൻസ്. അപ്പോൾ ഈ അവിടെ പല സ്ട്രഗിൾസ് നടന്നിട്ട് വീണ്ടും ബൂർബോൺ രാജാക്കന്മാരെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ലൂയിസ് ഫിലിപ്പ് എന്ന ആളെ അവരെന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കായിട്ട് അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഇതാണ് ജൂലൈ റവല്യൂഷൻ. ദെൻ ഈ ഫ്രാൻസിലുണ്ടായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൂടെ ഒരു സ്പാർക്കായി അങ്ങ് മാറുകയാണ്. അങ്ങനെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിൻ്റെ ഭാഗമായിരുന്ന ബ്രസൽസിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ബ്രസൽസ് എന്ന് പറയുന്നത് ബെൽജിയത്തിൻ്റെ ഭാഗമാണ്, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്പാർക്കും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രതിഷേധം ഒക്കെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബെൽജിയം അങ്ങനെ ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡിൽ നിന്ന് ഡിറ്റാച്ചായി മാറും. ദെൻ എഗെയിൻ ഈ ഒരു സമയത്ത് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് ആയിരുന്നു റൊമാൻറ്റിസിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ. സോ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ്. അതായത് കൾച്ചർ പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് ദ ഐഡിയ ഓഫ് നേഷൻ. Romanticism criticized the glorification of science and focused on emotions, intuitions, and mystical feeling with art, culture, music, drama, etc. അപ്പോൾ ഈ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നാഷണലിസ്റ്റ് ഫീലിംഗ് കൺവേ ചെയ്യുന്നതിനായിട്ട് ആർട്ട്, പോയട്രി, പെയിൻറ്റ്സ് അങ്ങനെ ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സാധാരണക്കാരിലേക്ക് ആ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് എത്തിക്കുക എന്നത്. അപ്പോൾ ഇതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു ജോഹൻ ഗോട്ട്ഫ്രിഡ് എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ. അദ്ദേഹം ജർമ്മൻ കൾച്ചറിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അന്തസത്ത ഉൾക്കൊണ്ടിട്ടുള്ളത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ നാഷണലിസം അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഫീലിംഗ് ജനങ്ങളിലേക്ക്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രി തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു. അവർക്ക് അദ്ദേഹം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളെ പോലെയുള്ള എഡ്യൂക്കേഷനൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫോക്ക് സോങ്സിലെയും സിമ്പിളായിട്ടുള്ള ഫോക്ക് പോയട്രിയിലൂടെയും ഒക്കെ നാഷണലിസത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജോഹൻ ഗോട്ട്ഫ്രിഡിനെ പോലെയുള്ള ഫിലോസഫേഴ്സ് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഈ നാഷണലിസത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂളായിരുന്നു ലാംഗ്വേജ്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റഷ്യൻ ഡൊമീനിയൻസിനെതിരെ പോളണ്ടിലെ ആളുകൾ പോളിഷ് എന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോളിഷ് എന്നുള്ള ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. And this was a kind of struggle to overthrow the Russian rule from their territory and to become an independent nation. So ഇതൊക്കെയായിരുന്നു റൊമാൻറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന 1830 മുതൽ 1848 വരെയുള്ള കാലഘട്ടം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദ പീരീഡ് ബിറ്റ്വീൻ 1830 to 1848. അതായത് 1830 മുതൽ 1848 വരെയുള്ള യൂറോപ്പിൻ്റെ ഇക്കണോമിക് കണ്ടീഷൻസ്. 1830 ഇയേഴ്സ് ഓഫ് ഗ്രേറ്റ് ഇക്കണോമിക് ഹാർഡ്ഷിപ്സ് എന്ന പേരിലാണ് 1830 മുതൽ 1848 വരെയുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. ദെൻ എന്തുകൊണ്ടാണ് ഇത് ഗ്രേറ്റ് ഇക്കണോമിക് ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ അവിടെ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതിന് മെയിൻ റീസൺസ് ആയിട്ട് പറയുന്നത് ഒന്ന് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇപ്പോൾ 18th സെഞ്ച്വറിയുടെ അവസാനം അതുപോലെ 19th സെഞ്ച്വറിയുടെ ആദ്യ കാലഘട്ടമായപ്പോഴത്തേക്കും യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്തിനു കാരണമായി? മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. ഗ്രാമപ്രദേശത്തു നിന്നും അർബൻ ഏരിയാസിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആസ് എ റിസൾട്ട് ദർ എറൈസ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടി, അതിന് കൂടാതെ റൂറൽ ഏരിയാസിൽ നിന്നും കൂടുതലായിട്ടുള്ള ആളുകൾ അർബൻ ഏരിയാസിലേക്ക് പോയി. ഇത് ഒക്കെ എന്തിനു കാരണമായി? അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. ദെൻ ഈ തൊഴിലില്ലായ്മ ആളുകൾക്ക് ജോലിയില്ല. അപ്പോൾ അതെന്തിനു കാരണമായി? ദാരിദ്ര്യം ഉണ്ടാവാനായിട്ട്, പോവർട്ടി. ദെൻ ഈ ഒരു സമയത്ത് തന്നെയാണ് അവിടെ ഒരു ക്രോപ്പ് ഫെയിലിയറും കൂടി ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ അപ്പോൾ ഫുഡും കിട്ടാനില്ല. അപ്പോൾ ഫുഡിൻ്റെ പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്തു. അത് വീണ്ടും എന്തിന്? പോവർട്ടിക്ക് കാരണമായി. ദെൻ എഗെയിൻ പോവർട്ടി ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് പോവർട്ടിക്ക് കാരണമായത് എന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു 19th സെഞ്ച്വറിയുടെ
ആദ്യ കാലഘട്ടത്തിലാണ് യൂറോപ്പിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട് ചെറുകിട തൊഴിലാളികൾക്കും അതുപോലെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ, പല ഈ ഇങ്ങനെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതും ഒരു പോവർട്ടിക്ക് കാരണമായി തീർന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഇൻ 1845 സിമിലർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്തിട്ട് സിലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെയുള്ള റിവോൾട്ട്, ഈ എംപ്ലോയീസിൻ്റെ ഒരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് വീവേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു, വേജ് ഇഷ്യൂ. അപ്പോൾ ഇതിനെതിരെ അവർ ഈ അവരുടെ ഓണേഴ്സിനെതിരെ, ഇൻഡസ്ട്രിയൽ ഓണേഴ്സിനെതിരെ പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഒരു സമയം in 1848 the population of Paris came out on the road and Louis Philippe was forced to flee. The National Assembly was proclaimed a republic. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. അപ്പോൾ ഈ ലൂയിസ് ഫിലിപ്പ് രാജ്യത്തു നിന്നും ഫ്ലീ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് രാജ്യത്തു നിന്നും ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഒരുവിധം എല്ലാ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളും പ്രതിഷേധ സമരങ്ങളുമായിട്ട് യൂറോപ്പിലെ നിരത്തിലേക്ക് ഇറങ്ങിയ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഈ 1848 കാണാനായിട്ട് സാധിക്കുക. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ലൂയിസ് ഫിലിപ്പ് അദ്ദേഹം മൊണാർക്കിയൽ റൂൾ ഉപേക്ഷിച്ച് അദ്ദേഹം സ്ഥലം വിട്ടു പോയി എന്ന് പറഞ്ഞു. ദെൻ ആ ഒരു സ്ഥലത്ത്, ആ ഒരു പ്ലേസിൽ ന്യൂ പാർലമെൻറ്റ് ഫോം ചെയ്യാനുണ്ടായത്. അപ്പോൾ ഈ ന്യൂ പാർലമെൻറ്റ് ഫോം ചെയ്തപ്പോൾ കുറേ അധികം ചേഞ്ചസ് ഒരു യൂറോപ്പിലെ എക്കണോമിക് ഫീൽഡിൽ അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് ടു മെൻ ഓവർ 21 ഇയേഴ്സ്. 21 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ലഭിച്ചു. അപ്പോൾ അതിന് മുൻപ് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലൊക്കെ ആർക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നത്? പ്രോപ്പർട്ടീഡ് ക്ലാസ്സിന് മാത്രമായിരുന്നു. പ്രോപ്പർട്ടി കൈവശമുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നത്. ദെൻ റൈറ്റ് ടു വർക്ക് ഫോർ ഓൾ, എല്ലാവർക്കും അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ദെൻ നാഷണൽ വർക്ക്ഷോപ്പ് ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നാഷണൽ വർക്ക്ഷോപ്സൊക്കെ അവർ സംഘടിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഈ വർക്കേഴ്സിൻ്റെ റിവോൾട്ടുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഈ ഒരു സമയത്ത് അതിന് പാരലായിട്ട് ലിബറൽസിൻ്റെ നേതൃത്വത്തിലും കുറേ സമരങ്ങൾ യൂറോപ്പിൽ നടന്നു. അപ്പോൾ ലിബറൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വിച്ച് ഇൻക്ലൂഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളായിരുന്നു ഈ ലിബറൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരുന്നത്. ദേ ഡിമാൻഡഡ് ക്രിയേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഒരു 1848 ആയപ്പോഴത്തേക്കും നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി എല്ലാ ആളുകളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ദ റെവല്യൂഷൻ ഓഫ് ദീസ് ലിബറൽസ് ഡിമാൻഡഡ് ക്രിയേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ parliamentary principles, that is freedom of press, freedom of association, freedom of life, equality before law തുടങ്ങിയ പാർലമെൻ്ററി പ്രിൻസിപ്പിൾസ് മുറുകെ പിടിച്ച് ലിബറൽസും ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഈ ലിബറൽസിൻ്റെ റെവല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ മെൻ ആൻഡ് വുമൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് റിവോൾട്ട്. പോളണ്ട്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ പല റീജിയൻസിലെയും ആളുകൾ ഈ ഒരു മൂവ്മെൻറ്റിന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നു. ഈ ഒരു സമയത്തായിരുന്നു ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ്, അതായത് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ലാർജ് നമ്പർ ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് കെയിം ടുഗെദർ ഇൻ ഫ്രാങ്ക്ഫർട്ട് ടു വോട്ട് ഫോർ
an all German National Assembly, ഒരു ജർമ്മൻ നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രാങ്ക്ഫർട്ടിൽ ഒരു അല്ലെങ്കിൽ അവർക്കൊരു നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ 1848 അവർ ഒരു ഫ്രാങ്ക്ഫർട്ടിൽ ഒരു പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി. ജർമ്മൻ നാഷണൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്നതിനായിട്ട് സെൻറ്റ് പോൾ ചർച്ചിലാണ് അവർ ഈ ഒരു മീറ്റിംഗ് ചേർന്നത്. ഇനി ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ അതിൽ വുമൺസിൻ്റെ പാർട്ടിസിപ്പേഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. വുമൺ ഫോംഡ് ദെയർ ഓൺ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ആൻഡ് ഫൗണ്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടുക്ക് പാർട്ട് ഇൻ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. ബട്ട് ഇതിൻ്റെ ഒരു നിർഭാഗ്യവശം എന്ന് പറഞ്ഞാൽ വുമൺസിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടുതലായിട്ട് കണ്ട ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ദേ ഡിനൈഡ് സഫ്രേജ് റൈറ്റ്സ് ഡ്യൂറിങ് ദ ഇലക്ഷൻ. അപ്പോൾ ഒരു പാർലമെൻറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചേർന്ന ഈ ഒരു മീറ്റിങ്ങിൽ അവർക്ക് അതായത് വുമൻസിന് ഒരു വോട്ടിംഗ് റൈറ്റ് ഒന്നും ലഭിച്ചില്ല. ഇനി ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അവിടെ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടായത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ഹെഡഡ് ബൈ എ മൊണാർക്കി ആൻഡ് ദ ക്രൗൺ വാസ് ഓഫേർഡ് ടു വില്യം ഫോർത്ത് കിങ് ഓഫ് പ്രഷ്യ. വില്യം ഫോർത്ത് എന്ന് പറയുന്ന പ്രഷ്യയുടെ കിങ്ങിന് അവർ ഒരു അവരുടെ ക്രൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു അധികാരം ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായത്. ബട്ട് ഹീ റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ജോയിൻഡ് അതർ മൊണാർക്സ് ടു ഒപ്പോസ് ദ ഇലക്റ്റഡ് അസംബ്ലി. പക്ഷേ എന്തായിരുന്നു, അദ്ദേഹം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്ന ആ ഒരു സീറ്റ് അദ്ദേഹം സ്വീകരിച്ചില്ല. പകരം എന്തു ചെയ്തു, ഈ വില്യം ഫോർത്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ആ പോസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ട് ഇവർ മറ്റുള്ള മൊണാർക്സിന് ഒപ്പം കൂടുകയാണ് ഉണ്ടായത്. കാരണം ഈ ഒരു അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളായിരുന്നു, മിഡിൽ ക്ലാസ് പീപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോടൊപ്പം നിന്നിട്ട് ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന് ആ ഒരു ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥാനം വേണ്ട എന്ന് വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഇതൊരു പരാജയമായിട്ട് സംഭവിക്കുകയാണ് ചെയ്തത്. കാരണം അവരൊരു പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുകയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി സ്ഥാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടം വരെ എത്തിയെങ്കിലും ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് റൂളർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സെർഫ്ഡം ആൻഡ് ബോണ്ടഡ് ലേബർ. സെർഫ്ഡവും അതുപോലെ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ കൂലിക്ക് പണിയെടുക്കുന്ന, അതിൽ ഏറ്റവും താഴെക്കിടയിലുള്ള അടിമകൾ. അപ്പോൾ ദേ വർ അബോളിഷ്ഡ് ഇൻ ദ ഹാബ്സ്ബർഗ് ഡൊമീനിയൻ ആൻഡ് ഇൻ റഷ്യയിലും അതുപോലെ തന്നെ ഹാബ്സ്ബർഗ് ഡൊമിനിയൻ്റെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഈ അടിമത്തം നിർത്തലാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ 1830 to 1848 വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്പിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട റെവല്യൂഷൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു. ദെൻ ലാസ്റ്റ് ഒരു 1848 ആയപ്പോഴത്തേക്കും ഹാബ്സ്ബർഗ് ഡൊമീനിയൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ റഷ്യയുടെ പല ഭാഗങ്ങളിലും ഈ സെർഫ്ഡമും അതുപോലെ തന്നെ ബോണ്ടഡ് ലേബറും ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മൊണാർക്സ് അവരെന്താണ് മനസ്സിലായത്, ദേ റിയലൈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി സിറ്റുവേഷൻ. അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തി, മൊണാർക്സ് എത്തുകയും കുറച്ച് ചെറിയ ചെറിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഒരു സ്വീകാര്യത ലഭ്യമാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ കാഴ്ചവെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാനുള്ളത് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.